കൊള്ളാം. വടിവേൽ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് കോമഡി ആയിരിക്കും, പക്ഷേ ഇത് നല്ലൊരു കഥാപാത്രമായിട്ട് നല്ലോണം തോന്നി. കൂടുതലും പണി ചെയ്തേക്കുന്ന വടിവേൽ വടിവേൽ സ്കോർ ചെയ്തേക്കുന്നത്. പിന്നെ മാനറിസം സ്വാഗതത്തിന്റെ സൂപ്പർ ഹാസ്യതാരം വടിവേലു നല്ലൊരു ക്യാരക്ടറായിട്ട് എത്തിയിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഫഹദ് ഫാസിലും ഉണ്ട്. ചിത്രത്തിന്റെ പേര് മാരീശൻ എന്നാണ്. മാമന് എന്ന ചിത്രത്തിന് ശേഷം രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് പോകാം. മാരീശൻ റിവ്യൂലേക്ക്. അടിപൊളിയാണ്. ഇല്ല, അങ്ങനെയല്ലായിരുന്നു. ഇത് വേറെ രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, അത് കണ്ടാലേ പറയാൻ പറ്റത്തില്ല. ഫീൽ ഗുഡ് അല്ല, വേറെ നല്ല നല്ല കട്ട പെർഫോമൻസ് ആണ്. നല്ല പടമാണ്, നല്ല പെർഫോമൻസ്, നല്ല അടിപൊളി, നല്ല കൊള്ളാം, നല്ല ഒരു പ്രാവശ്യം കാണാം. കോമഡി ഒന്നുമില്ല, ഒരു നല്ല സീരിയസ് പടം അത്ര. നല്ല യൂസ് ചെയ്തു. ന്യൂസിനകത്ത് തന്നിട്ട് പോയതേ ഉള്ളൂ. കൊള്ളാം. വടിവേൽ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് കോമഡി ആയിരിക്കും, പക്ഷേ ഇത് നല്ലൊരു കഥാപാത്രമായിട്ട് നല്ലോണം തോന്നി. നല്ല സീരീസ് കൊള്ളാം. ഫഹദും വടിവേലും നല്ല ഇത് തന്നെയാണ്. അതായത് ഇതിന് പടം ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു കഥാസാധു എന്ന് കഥാസാരം എന്ന് പറയുന്നത് ഒരു കള്ളൻ അൽഷിമേഴ്സ് രോഗിയുടെ നിന്ന് പണം അടിച്ചു മാറ്റാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു സമയപ്രസക്തിയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യും. നമ്മളെല്ലാം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എന്നാൽ തന്നെ ഇങ്ങനെയൊക്കെ ആകണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്ക്രീനിൽ എന്തായാലും ഫഹദും വടിവേലും ഡയറക്ടർ സുധീർ ശങ്കറും എല്ലാം ചെയ്തേക്കുന്നത് കൊള്ളാം. നല്ല രീതിയിൽ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നമ്മുടെ യാത്ര ചെയ്യുന്ന പോലെ തന്നെ അവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇത് പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ വില്ലാളി വീരൻ ഡയറക്ടർ സുധീർ ശങ്കറിൻ്റെ ഫിലിമാണ്. ഇത് ആദ്യം മലയാളത്തിലോ മറ്റോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ RD ചൗധരിയാണ്. പക്ഷേ കണ്ടപ്പോൾ നമുക്കൊരു മലയാള സിനിമ കാണുന്ന ഒരു ഫീൽ ഗുഡ് ലാംഗ്വേജ് മാത്രം വ്യത്യാസമാണെന്നേ ഉള്ളൂ. തമിഴ് നമുക്ക് നന്നായിട്ട്, മലയാളികളുടെ ഏറ്റവും അടുത്ത് സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മൾ പ്രത്യേകിച്ച് പുനരൂരുകാരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ലാംഗ്വേജ് നമുക്ക് നന്നായിട്ടൊരു മലയാളം പടം കാണുന്ന അതേ ഫീല് തന്നെയാണ്. യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായും. നമുക്ക് ചില മാനറിസം ഒക്കെ നമുക്ക് മുൻപത്തെ ഒരു സിനിമകളിലേക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതല്ല, അതായത് ഇപ്പോൾ ATM അവിടുന്ന് ATM ഗ്ലാസ്സിലൂടെ ATMൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഒരു സീനുണ്ട്. അത് നമുക്ക് കിലുക്കത്തിലെ ജഗതിയുടെ ഒരു സീനുണ്ട്. ആ സീനുമായിട്ട് സാമ്യമുണ്ട്. പിന്നെ നമ്മുടെ മുമ്പത്തെ ഫഹദ് കള്ളനായിട്ട് വന്നിട്ടുണ്ട്, തൊണ്ടുവല്ലം ദൃക്സാക്ഷി. അപ്പോൾ അതിൻ്റെ ആ ലുക്ക് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മനസ്സിലാവും, പക്ഷേ അവർക്ക് ഫ്രഷാണ്. നമുക്കിത് മനസ്സിലായെങ്കിലും ഫഹദ് കൊള്ളാം. അതിനേക്കാളും കൂടുതലും പണി ചെയ്തേക്കുന്ന വടിവേൽ വടിവേൽ സ്കോർ ചെയ്തേക്കുന്നത്. പിന്നെ മാനറിസം, ഫഹദിൻ്റെ ആ രീതി, ഫഹദ് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ഫീലാണ്. അതന്നെ, ഇത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മുകേഷ് മെക്തയൊക്കെയാണ്. അവർ സത്യം പറഞ്ഞാൽ ഇത് മലയാളത്തിൽ മറ്റോ ചെയ്യാൻ ഉദ്ദേശിച്ച് പിന്നെ തമിഴിലോട്ട് പോയതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, നല്ലൊരു ചിത്രം.